നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ടീം ഇത് കേൾക്കുമ്പോൾ തന്നെ ഫുട്ബോൾ ഫാൻസ് എല്ലാം ഷോക്കായിരിക്കണം. കാരണം നെയ്മർ JR എന്ന പേര് ബ്രസീൽ ടീമിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു പേര് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഫ്രാൻസ് ക്രൊയേഷ്യ ഫ്രണ്ട്ലി മാച്ചിലേക്കുള്ള സ്ക്വാഡ് അനൗൺസ് ചെയ്തപ്പോൾ നെയ്മർ ഇല്ല. ഇത് സാധാരണ റെസ്റ്റ് അല്ല, ചെറിയ ഡ്രോപ്പുമല്ല, ഇത് വലിയ സിഗ്നലാണ്. പുതിയ കോച്ച് കാർലോ ആൻസലോട്ടി എടുത്ത സ്ട്രോങ് ഡിസിഷൻ കൂടിയാണ് ഇത്. പലർക്കും ഡൗട്ട് ഇഞ്ചുറി കാരണം മാത്രമാണോ അല്ലെങ്കിൽ ബ്രസീൽ ടീമിൽ വലിയ മാറ്റം തുടങ്ങുന്നുണ്ടോ എന്ന് മാത്രമാണ്. ഒഫീഷ്യലായി പറഞ്ഞ റീസൺ സിമ്പിളാണ്. നെയ്മർ ഇപ്പോഴും 100% ഫിറ്റ് അല്ല. ACL ഇഞ്ചുറി കഴിഞ്ഞ് കംബാക്ക് ചെയ്തെങ്കിലും പഴയ പോലെ സ്പീഡ്, ഏജിലിറ്റി, മാച്ച് ഷാർപ്പ്നെസ് എല്ലാം ഫുള്ളി തിരിച്ചു വന്നിട്ടില്ല. ഇന്നത്തെ ഫുട്ബോൾ ലെവൽ 80% അല്ല, 90% പോലും പോരാ. പ്ലെയർ 100% ഫിറ്റ് ആയിരിക്കണമെന്നാണ് ഇവിടെ ആൻസലോട്ടി ക്ലിയർ ആയി പറയുന്നത്. ഹാഫ് ഫിറ്റ് പ്ലെയർ കൊണ്ട് ഞാൻ റിസ്ക് എടുക്കില്ല എന്നാണ്. അതായത് നെയ്മറിന്റെ പ്ലെയർ ടാലന്റിനെ ഡൗട്ട് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ട്രൂത്ത്. പക്ഷെ ഇവിടെ ഒരു ഡീപ്പർ കാര്യമുണ്ട്. ഇത് ഇഞ്ചുറി മാത്രം സ്റ്റോറി അല്ല. കാർലോ ആൻസലോട്ടി ഒരു ലോങ് ടൈം തിങ്കർ ആണ്. ബ്രസീൽ ടീമിനെ റീബിൽഡ് ചെയ്യാനാണ് അവൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ബ്രസീൽ ടീമിൽ ഷൈൻ ചെയ്യുന്ന പ്ലെയേഴ്സ് ഒരുപാടുണ്ട്. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, റാഫീഞ്ഞ. ഇവർ സ്പീഡ്, പ്രസ്സിംഗ്, മോഡേൺ അറ്റാക്കിംഗ് ഫുട്ബോൾ സ്റ്റൈൽ കളിക്കുന്നവരാണ്. ഹൈ ഇന്റൻസിറ്റി ഗെയിം കളിക്കാൻ കഴിയുന്നവരും. നെയ്മറുടെ സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ബോൾ ഹോൾഡ് ചെയ്ത് പ്ലേ ഷോ ബിൽഡ് ചെയ്യും. ഇന്നത്തെ ഫാസ്റ്റ് ഫുട്ബോൾ സിസ്റ്റത്തിലേക്ക് അത് പെർഫെക്റ്റ് മാച്ച് ആകുന്നില്ല എന്നതാണ് സത്യം. ഫാൻസ് ഇപ്പോഴും ഇമോഷൻസ് കൊണ്ടാണ് കാണുന്നത്. നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീൽ ഇല്ല എന്ന മൈൻഡ് സെറ്റ് പലർക്കുമുണ്ട്. പക്ഷെ റിയാലിറ്റി നോക്കിയാൽ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നെയ്മർ ഇഞ്ചുറീസ് കാരണം കൺസിസ്റ്റന്റ് ആയി ഒരു ടീമിനൊപ്പം ഇല്ലായിരുന്നു. ബിഗ് ടൂർണമെന്റിൽ ഇമ്പാക്ട് കുറവായിരുന്നു. അതേസമയം ന്യൂ ജനറേഷൻ പ്ലേയേഴ്സ് ചാമ്പ്യൻസ് ലീഗ് ലെവൽ പെർഫോമൻസ് കാട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇമോഷൻസ് ആണോ പ്രധാനം, അതല്ല എന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ആണോ പ്രധാനം? ഉത്തരം നീ പറയാം. ഇപ്പോൾ ഏറ്റവും വലിയ കൺസേൺ നെയ്മറിന്റെ കരിയർ തന്നെ. 30 മേലെ ഏജും റിപ്പീറ്റഡ് ഇഞ്ചുറീസും. ഇത് ഡേഞ്ചറസ് കോമ്പിനേഷൻ ആണ്. റിപ്പോർട്ട്സ് പ്രകാരം 2026 വേൾഡ് കപ്പ് തന്നെ ലാസ്റ്റ് ചാൻസ് ആകാം. ബ്രസീൽ സ്ക്വാഡിൽ പോലും ഇപ്പോൾ ഉറപ്പുള്ള സ്ഥാനമില്ലെങ്കിൽ അത് വലിയ വാർണിംഗ് സൈൻ ആണ്. ഇത് നെയ്മർ എന്ന പേരിന്റെ ഒരു അവസാന കഥയാകാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ പ്രധാനമാണ്. ആൻസലോട്ടി ശരിയായ ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ നെയ്മറിനെ ഡ്രോപ്പ് ചെയ്തത് ബ്രസീലിന്റെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ്? കമന്റിൽ പറയണം. കാരണം ഇതൊരു ഫുട്ബോൾ ഡിസ്കഷൻ അല്ല, ഇതൊരു പുവർ ഡിബേറ്റ് ആണ്. സോ കമന്റ്സ് ബിലോ.